എല്ലാവർക്കും വ്യക്തിപരമായ എൻ്റെയും ആത്മാ ഫൗണ്ടേഷൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ക്രിസ്തുമസിൻ്റെ ആഘോഷം കഴിഞ്ഞു, ന്യൂ ഇയറിൻ്റെ ആഘോഷത്തോടൊപ്പം പുതിയ ഡയറി വാങ്ങി എഴുതാനുള്ള തീരുമാനം, പുതിയ വർഷത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം പുതുവത്സരത്തിന് വരവേൽക്കുന്ന സമയത്ത് പതിവുള്ളതാണ്. പലപ്പോഴും കൂട്ടുകാരുമായൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാറുണ്ട്, ഇതുവരെ ന്യൂ ഇയറിനെടുത്ത തീരുമാനങ്ങളൊക്കെ എന്തായി എന്നുള്ളത്. പുതിയ തീരുമാനമെടുക്കുന്നതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തിനെ വിശകലനം ചെയ്യുക എന്നുള്ളതും. സ്വാഭാവികമായിട്ടും വർഷം അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ ആഴ്ച എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു കാലഗണനയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രകൃതിയുടെ കാലത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മാറ്റം മാത്രമാണ്. സാധാരണഗതിയിൽ 31-ാം തീയതിയും അടുത്ത മാസത്തെ 1-ാം തീയതിയും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന് നമ്മളുണ്ടാക്കിയ കണക്കല്ലേ. ഇന്ന് 31 കഴിയണു, ഉടനെ എങ്ങനെയാണ് 1 വരുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ഒരു പുതിയ ദിവസമാണ്. അതിന് കുറച്ചുകൂടി നമുക്കൊരു പ്രാധാന്യത്തോടു കൂടി ഒരു പുതിയ വർഷമാണ് എന്ന് പറയുന്ന സമയത്ത് അത് മാറ്റത്തിനുള്ള ഒരവസരം കൂടിയാണ് നമുക്ക് നൽകുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, വ്യായാമം ചെയ്യാനുള്ള തീരുമാനം, ഭക്ഷണം നിയന്ത്രിക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ ചില ഹാബിറ്റ്സിനെ മാറ്റം വരുത്താനുള്ള തീരുമാനം എന്നതുപോലെയൊക്കെ തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമാവണമെങ്കിൽ ജീവിതത്തിനൊരു ഫിലോസഫി വേണം, ജീവിതത്തിനൊരു കാഴ്ചപ്പാട് വേണം, ജീവിതത്തിൽ നമുക്കൊരു പർപ്പസ് അതും വേണം. പലപ്പോഴും നമ്മൾ കുട്ടികളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നത് ഒരു അംബീഷൻ വേണം, ജീവിതത്തിലൊരാഗ്രഹം വേണമെന്നാണ്. എനിക്ക് പലപ്പോഴും തോന്നിയത് നമുക്ക് ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അംബീഷൻ വേണം എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് നമുക്ക് പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പർപ്പസ് വേണം. നമ്മളൊരു മിഷൻ മോഡിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധ, ഏത് കാര്യത്തിന് വേണ്ടിയാവട്ടെ. അതൊരു വലിയ കാര്യമെന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാവാം, നമ്മൾക്ക് പുറമെ മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നൊരു കാര്യമാവാം, സമൂഹത്തിന് മുഴുവൻ വേണ്ടിയുള്ള കാര്യമാവാം. അതിലൊരു മിഷൻ മോഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായി പ്രസൻറ്റിലേക്ക് നമ്മളുടെ ഫോക്കസിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരവസരമാണ് മിഷൻ മോഡ് നമുക്ക് നൽകുന്നത്. പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഈ മിഷൻ മോഡിൽ ചിന്തിച്ച് തുടങ്ങിയാലോ? ഭാവിയിൽ നേടാവുന്ന ചില നേട്ടങ്ങളെക്കുറിച്ചല്ല, ഭാവിയിൽ നേടേണ്ടതിന് വേണ്ടി പ്രസൻറ്റിൽ എന്ത് ചെയ്യുന്നു എന്നതിലേക്ക് ശ്രദ്ധയെ നമ്മൾ ഊന്നുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആത്മാ ഫൗണ്ടേഷനൊക്കെ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഇങ്ങനെയൊരു രീതിയിൽ ചിന്തിക്കുക. നമ്മളുടെ പ്രവൃത്തികൾ അതിലൊരു കോൺട്രിബ്യൂഷൻ്റെ എലിമെൻറ്റിനെ കൊണ്ടുവരിക. നമുക്കൊക്കെ കിട്ടിയ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുവാനും അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും ആ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടനമായി ജീവിതത്തിനെ മാറ്റുവാനും. ആ നന്ദി പ്രകടനമായി ജീവിതത്തിനെ മാറ്റുന്ന സമയത്ത് അത് വെറും പറച്ചിലിലോ എഴുതി വയ്ക്കലിലോ ചിന്തിക്കലിലോ മാത്രമല്ല, വാട്ട് യു ഡു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാട്ട് വി ക്യാൻ ഡു ഈസ് കോൺട്രിബ്യൂഷൻ. നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായും നമ്മുടെ അത്രയും പ്രിവിലേജ്ഡ് അല്ലാത്ത ധാരാളം ആളുകളും ഉണ്ടാവാം. അതിലാർക്കെങ്കിലും വേണ്ടി അവരുടെ വിദ്യാഭ്യാസപരമായൊരു ചെറിയ നിലവാരത്തിൽ ഉയർച്ചയുണ്ടാക്കാൻ, ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊരു ചെറിയ സഹായം നൽകാൻ, അവരുടെ സന്തോഷത്തിലേക്കൊരു ചെറിയ കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളുടെ ഒരു വലിയ ശേഖരം, ഭണ്ഡാരം തുറക്കുന്ന പോലെയുള്ള അനുഭവമാണത്. നമ്മുടെ സന്തോഷം ഉറപ്പുവരുത്തുക, ഒപ്പം മറ്റൊരാളുടെ സന്തോഷത്തിന് സഹായിക്കുക. ഇങ്ങനൊരു ന്യൂ ഇയർ മെസ്സേജ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു മിഷൻ മോഡിൽ അതിനുവേണ്ടി എൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഇന്ന്, ഇപ്പോൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അതൊരു പുതിയ അർത്ഥതലമുണ്ടാവും. ഇത് തീർച്ചയായും ഇന്ന് തീരുമാനമെടുക്കുന്നുവെങ്കിൽ അടുത്ത 31-ാം തീയതി വരുന്ന സമയത്ത്, ഡിസംബർ 31 വരുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കാനും തയ്യാറാവണം. ഒരു വർഷം എന്നിൽ എന്ത് മാറ്റമാണുണ്ടായത്? ഒരു വർഷം എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ഇത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്താൽ
എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിഞ്ഞു, എനിക്ക് നേട്ടങ്ങളുണ്ടായി എന്നുള്ളത് മാത്രമല്ല, ആ നേട്ടങ്ങളുടെ സദ്ഫലങ്ങൾ എനിക്ക് ചുറ്റുമുള്ള സമൂഹവുമായി പങ്കുവയ്ക്കാനും എനിക്ക് കഴിഞ്ഞു എന്ന സംതൃപ്തിയോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയണം. അതിന് ഓരോ വർഷവും ഇമ്പോർട്ടൻ്റാണ്, ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റാണ്, ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റാണ്. ആത്മ ഫൗണ്ടേഷനിലൂടെ അതുമായി സഹകരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നതാണ്, നമ്മുടെ സന്തോഷം നമ്മൾ ഉറപ്പുവരുത്തണം. സന്തോഷമായിട്ട് ഈ ജീവിതത്തിനെ എ ലൈഫ് ലോങ് സെലിബ്രേഷൻ എന്നുള്ള മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. ഒപ്പം ഓരോ നിമിഷവും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും നമുക്ക് കഴിയണം. ഒരു നല്ല ന്യൂ ഇയർ മെസ്സേജ് എനിക്ക് തോന്നിയത് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഓരോ ദിവസവും ഇനി അങ്ങോട്ട്, അടുത്ത വർഷമാവട്ടെ തുടർന്നാവട്ടെ, ഓരോ ദിവസവും വൈകുന്നേരം ആലോചിക്കുക, ഇന്ന് ഞാൻ സന്തോഷമായി ജീവിച്ചോ? 1. 2. ഇന്ന് മറ്റൊരാളുടെ സന്തോഷത്തിന് കൂടി ഞാൻ കാരണമായോ? ഇന്ന് ഞാൻ സന്തോഷത്തോടു കൂടി ജീവിച്ചോ? ഇന്ന് മറ്റൊരാളുടെ സന്തോഷത്തിന് കൂടി ഞാൻ കാരണമായോ? ഇതായിരിക്കട്ടെ ഈ വർഷത്തെ ആത്മയുടെ ന്യൂ ഇയർ മെസ്സേജ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആത്മ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കണം, ആത്മയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം. ഏതെല്ലാം തരത്തിൽ നമുക്കൊരുമിച്ച് ഈ ലോകത്തിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്നുവോ, ലെറ്റ് us ഡു ദാറ്റ്. ഇതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. താങ്ക് യു.